തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 4-ാം ദിനം. സഹനത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കരുതലിന്റെയും വലിയൊരു മാതൃക നൽകിക്കൊണ്ടാണ് ഓരോ ക്രിസ്മസും കടന്നു പോകുന്നത്. നിറവേറുള്ള മേരിയുമായി സെൻസസ് എടുക്കുവാനുള്ള ആ യാത്ര ഒരു സഹനയാത്ര തന്നെയായിരുന്നു. എന്നാൽ ആ യാത്രയുടെ അവസാനത്തിൽ ഒരു ദിവ്യശിശുവിന് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ യാത്ര സന്തോഷമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ സഹനം സന്തോഷമായി മാറുന്നു. സത്തയിൽ ദൈവവുമായി ഒന്നായിരുന്ന ഈശോ തമ്പുരാൻ തൻ്റെ ശരീരരക്തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പിയതുപോലെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശോയും മുറിയപ്പെടുന്നത്. അതെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടണം. ഒന്നും ഇല്ലാതിരിക്കെ ഉള്ളതിൽ നിന്നും കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ കൊടുക്കൽ പങ്കുവയ്ക്കലായി മാറുന്നത്. ഉള്ളും ഉള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. തണുപ്പുള്ള ആ രാത്രിയിൽ ദിവ്യശിശുവിൻ ജനിക്കുവാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ സത്രത്തിന്റെ വാതിലുകൾ ഓരോന്നും മുട്ടിവിളിച്ചപ്പോൾ ആ വാതിലുകൾ അവർക്ക് നേരെ അടയ്ക്കപ്പെട്ടപ്പോൾ പതറാതെ നിന്നുകൊണ്ട് യോസേപ്പ് പിതാവ് മാതാവിന് ഒരു കരുതലും കാവലും ആകിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് യോസേപ്പ് പിതാവിന്റെ ജീവിതയാത്രയിൽ അമ്മയ്ക്കും മകനും എന്നും കാവലും കരുതലുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ, നമ്മുടെ അയൽക്കാരിൽ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് കരുതലും കാവലുമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് കാലം കരുതലിൻ്റെയും കാവലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആയിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.